ഇന്ത്യൻ ഫുട്ബോളിന്റെ പ്രതിസന്ധികൾ നിറഞ്ഞ സീസണിനു ശേഷം പുതിയ ഇൻവെസ്റ്റേഴ്സും നീണ്ട സീസണും ഡ്യൂറന്റ് കപ്പോടെ ജൂലൈ അവസാനത്തോടെ ആരംഭിക്കുമ്പോൾ നേരത്തെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനും സ്പോർട്സ് മിനിസ്റ്ററും വിളിച്ച മീറ്റിംഗിൽ എല്ലാം തീരുമാനമായതുകൊണ്ട് തന്നെ ISLും ഡ്യൂറന്റ് കപ്പും ഫെഡറേഷൻ കപ്പും തീരുമാനിച്ച തീയതിയിൽ തന്നെ നടക്കും. നിലവിൽ ഡ്യൂറന്റ് കപ്പിൽ 5 ISL ക്ലബ്ബുകൾ മാത്രം പങ്കെടുക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഡ്യൂറന്റ് കപ്പിൽ പങ്കെടുക്കുന്നില്ല. അത് പോട്ടെ എന്ന് വെക്കാം. പക്ഷേ വരുന്ന ISLിലേക്ക് ഡ്യൂറന്റ് കപ്പിൽ പങ്കെടുക്കാത്ത ക്ലബ്ബുകൾ പോലും തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ ഒരു മാറ്റവും ഇല്ലാത്തതാണ്. നിലവിലുള്ള ഓണേഴ്സായ നിഖിലും മാഗ്നം സ്പോർട്സും പുതിയ ഇൻവെസ്റ്റേഴ്സിനെ തേടുകയാണ്. അതായത് പുതിയ ഇൻവെസ്റ്ററെ കിട്ടുന്നതുവരെ ക്ലബിനെ ഒരു കാര്യവും നടക്കില്ല. ഇനി ഇൻവെസ്റ്റേഴ്സ് ഇല്ലാതെ ISL കളിക്കേണ്ടി വന്നാൽ ഉള്ള താരങ്ങളുടെ സാലറി പകുതിയോളം കുറയ്ക്കേണ്ടി വരും. അതിന് തയ്യാറാകാത്ത താരങ്ങളെ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. അതാണ് പുതിയ പ്ലാൻ. ചുരുക്കി പറഞ്ഞാൽ ക്ലബിന്റെ അവസാനമായിട്ടുണ്ട്. ഇത്തവണയും തട്ടിക്കൂട്ട് ഉഡായിപ്പ് ടീമായിരിക്കും ISLിൽ ഉണ്ടാവുക. നിലവിൽ ദാനിഷ് ഫാറൂഖ് ഈസ്റ്റ് ബംഗാളിലേക്കും കഴിഞ്ഞ സീസണിൽ ഞെട്ടിച്ച സൂപ്പർ വിദേശ താരം ഫ്രാഞ്ചുവിനെ FC ഗോവയും സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി എത്ര താരങ്ങൾ ക്ലബ്ബ് വിടുമെന്ന കാര്യത്തിൽ കണക്കില്ല. ഇങ്ങനെയാണെങ്കിൽ റിസർവ് ടീമായിരിക്കും ISLിൽ ബ്ലാസ്റ്റേഴ്സിനായി ഇത്തവണ കളിക്കേണ്ടി വരിക. അതായിരിക്കും അവസ്ഥ. ലൂണ ലോണിൽ പോയ ഇന്തോനേഷ്യൻ ക്ലബിൽ നിന്ന് തിരികെ വരുന്നതായി ആ ക്ലബ്ബ് തന്നെ ഒഫീഷ്യലാക്കിയിട്ടുണ്ട്. ഇനി ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകുമോ എന്നതാണ് ആരാധകർ കാത്തിരിക്കുന്നത്. എന്നാൽ ടീമേ ഉണ്ടാകുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. എന്നിട്ടാണല്ലോ ISL. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.